നമസ്കാരം. ചാനൽ 91 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ. ഗ്ലോബൽ സിറ്റി പദ്ധതിയുമായി മുന്നോട്ട് പോകും മന്ത്രി പി രാജീവ്. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ റിമാൻഡിൽ. ഹരിതോർജ്ജ മേഖലയിൽ സിയാലിന് വീണ്ടും അന്താരാഷ്ട്ര അംഗീകാരം. തൃശൂർ റൂറൽ ജില്ലയിലെ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ. വിശദമായ വാർത്തകളിലേക്ക്. ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി വിഭാവനം ചെയ്ത അയ്യമ്പുഴയിലെ ഗ്ലോബൽ സിറ്റി പദ്ധതിയുമായി തത്വത്തിൽ മുന്നോട്ടു പോകുവാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. അയ്യമ്പുഴയിൽ സ്ഥലമുടമകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സിറ്റി പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിൻവാങ്ങിയതോടെ സംസ്ഥാന സർക്കാരിന് അധിക ബാധ്യതയാണ് വന്നിട്ടുള്ളത്. ഇതുമൂലം പദ്ധതി ലാഭകരമായി നടപ്പിലാക്കാൻ ആകുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. പദ്ധതിയുടെ തുടർ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ കളക്ടർ, MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുൾപ്പെട്ട സമിതിക്ക് രൂപം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. റോജി എം ജോൺ MLA, ജില്ലാ കളക്ടർ NSK ഉമേഷ്, കിൻഫ്ര MD സന്തോഷ് കോശി തോമസ്, S സതീഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PU ജോമോൻ, മുൻ മന്ത്രി ജോസ് തെറ്റയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെയർ ട്രേഡിംഗിൽ ലാഭം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ കിഴുത്താണി സ്വദേശിയിൽ നിന്നും 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിൽ തൃശൂർ 3 പീടിക സ്വദേശിയായ കാക്കശ്ശേരി വീട്ടിൽ റെനീസിനെ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷെയർ ട്രേഡിംഗ് പരസ്യം കണ്ട് ആകർഷണനായ പരാതിക്കാരനെ ഷെയർ ട്രേഡിംഗിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ച് പല കാലങ്ങളിലായിട്ടാണ് പല തവണകളിലായി പരാതിക്കാരൻ പ്രതിയുടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് തുക നിക്ഷേപിച്ചത്. അറസ്റ്റ് ചെയ്ത റെനീസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം DCRB DYSP സുരേഷ് SY, സൈബർ SHO വർഗീസ് അലക്സാണ്ടർ, SI ബെന്നി ജോസഫ്, ഉദ്യോഗസ്ഥരായ അനൂപ് കുമാർ, അജിത് കുമാർ, അനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഹരിതോർജ്ജ ഉൽപാദന മേഖലയിൽ ഏർപ്പെടുത്തിയ പരീക്ഷണങ്ങൾക്ക് സിയാലിന് അന്താരാഷ്ട്ര അംഗീകാരം. പയ്യന്നൂർ സൗരോർജ്ജ പദ്ധതിയിൽ പരീക്ഷിച്ച സാങ്കേതിക സംവിധാനത്തിലാണ് സിയാലിന് എക്സ്പോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ അംഗീകാരം നൽകിയത്. പ്രതിവർഷം ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന എയർപോർട്ട് എന്ന വിഭാഗത്തിലാണ് ഈ അംഗീകാരം. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ACI പ്രസിഡന്റ് SGK കിഷോറിൽ നിന്നും സിയാൽ മാനേജിംഗ് ഡയറക്ടർ S സുഹാസ് അവാർഡ് സ്വീകരിച്ചു. സിയാൽ എയർപോർട്ട് ഡയറക്ടർ മനു G, SCI ഇന്റർനാഷണൽ ഏഷ്യ പസഫിക് ഡയറക്ടർ ജനറൽ സ്റ്റെഫാനോ ബറോൺസി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ PIT NDPS നിയമപ്രകാരമുള്ള 2025 ആദ്യ കരുതൽ തടങ്കൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഉത്തരവ്. മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്ന ആളുകൾക്കെതിരെ നടത്തുന്ന നിയമമാണ് PIT NDPS നിയമം. ഇതിന്റെ ഭാഗമായി അണ്ണല്ലൂർ ഗുരുതിപ്പാല സ്വദേശിയായ കോട്ടുകര വീട്ടിൽ വിശാൽ എന്നയാളെയാണ് കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട സബ് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞു വന്നിരുന്ന വിശാലിനെ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കുന്നതിനും ഇത്തരത്തിലുള്ള ആളുകളുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്നതിനുമുള്ള നിയമമാണ് PIT NDPS. ഇതോടെ ചാനൽ 91 വാർത്തകൾ സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ 8 മണിക്ക് കാണുന്നതുവരെ ഏവർക്കും ശുഭദിനം.